സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി നിരാഹാര സമരം അവസാനിപ്പിച്ചത് അത് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടുമാണ്. അദ്ദേഹം ആർക്കോ വേണ്ടി ഇതുപോലെ വാടക പ്രസംഗവും അതുപോലെ നിരാഹാരവും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല ഇയാളുടെ ചരിത്രവും ഇയാൾ പാകിസ്ഥാന് വേണ്ടി ബംഗ്ലാദേശിന് വേണ്ടി നടത്തുന്ന ലേഖന എഴുത്തുകളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് മോദിയും സോനം വാങ്ചുക്കും തമ്മിൽ ഒരു ഡീൽ നടന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾ നിരാഹാരം അവസാനിപ്പിച്ചത് എന്നാണ്. എന്ത് തരത്തിലുള്ള ഡീല്? അതും ഈ സോനം വാങ്ചുക്കിനെ പോലുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമൊന്നും കേന്ദ്ര സർക്കാരിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കോ ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസിന് അറിയില്ല. കോൺഗ്രസ് മറ്റൊരു പ്ലേറ്റ് മാറ്റി കളിക്കുകയാണ്. അതായത് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല, അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് ആ പ്ലേറ്റ് മാറ്റി ഇതിപ്പോൾ ഒരു ഡീലാക്കി മാറ്റി പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. സോനം വാങ്ചുക്കിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് രംഗത്ത് വന്നത്. സോനം വാങ്ചുക് സർക്കാരുമായി ഒത്തുകളി നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരാഹാരം അവസാനിപ്പിച്ചത് കേന്ദ്ര സർക്കാരുമായുള്ള ഡീൽ അനുസരിച്ചാണ്. വാങ്ചുക്കിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും ഇമ്രാൻ മസൂദ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വാങ്ചുക്കിനെ അണ്ണാ പാർട്ട് 2 എന്ന് വിശേഷിപ്പിച്ച മസൂദ് അണ്ണാ ഹസാരെ 12 വർഷം നിശബ്ദനായിരുന്നത് പോലെ ഇനി സോനം വാങ്ചുക്കും നിശബ്ദനായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അണ്ണാ ഹസാരയുടെ 2ാം പതിപ്പാണ്. 12 വർഷമായി ഇയാൾ നിശബ്ദനാണ്, ഇനി സോനം വാങ്ചുക്കും മിണ്ടാതിരിക്കും. കോൺഗ്രസ് MP ഇത്തരത്തിലാണ് കുറ്റപ്പെടുത്തലുകൾ നടത്തിയത്. മസൂദിന്റെ പ്രസ്താവന ആയുധമാക്കി പ്രതിപക്ഷത്തിനെതിരെ BJP ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ താഴേക്ക് താഴ്ന്നിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി എന്ന് BJP ആരോപിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ വിജയകരമായി ചർച്ച നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ സോനം വാങ്ചുക്കിനെ വച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് എന്ന് BJP വക്താവ് ഷഹസാദ് പുനേവാലെ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി സ്വന്തം അഹങ്കാരം മാത്രം മുൻനിർത്തി എല്ലാവരെയും അധിക്ഷേപിക്കുകയാണ്. സോനം വാങ്ചുക്കിന്റെ ഭാര്യയും കോൺഗ്രസ് ആത്മാർത്ഥതയില്ലാത്തവരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം. അവർ വിദ്യാർത്ഥികൾക്കൊപ്പമല്ല, ക്രെഡിറ്റിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പിന്നാലെ മാത്രമാണ്. വാങ്ചുക്ക് BJPയുമായുള്ള ബന്ധം ഉണ്ട് എന്ന് ഇതിനു മുൻപും ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് സമൂഹ മാധ്യമത്തിൽ ഒക്കെ തന്നെ എഴുതിയിരുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് വാങ്ചുക്ക് തെറ്റി എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷം BJPയുമായി അടുത്ത് ഇയാൾ ഡീൽ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ വെറും അബദ്ധജടിലങ്ങളായ പ്രസ്താവനകൾ മാത്രമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളുമായി വെറും ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. ഇതൊക്കെ തന്നെ ഇവിടെ ഈ ഒരു വിഷയം നമുക്കറിയാം, കൃത്യമായി തന്നെ ഇത് ഡീൽ ചെയ്യുന്നുണ്ട്. ഈ നഷ്ടപരിഹാരം, ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത്, ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി ഇല്ലാത്തത്, സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എന്ന് പറഞ്ഞാൽ CJP പ്രവർത്തകരെയും ഡൽഹി പോലീസിന്റെ കാറടിച്ച് പൊളിച്ചവർക്കെതിരെയുമല്ല. ഇതിൽ പങ്കെടുത്ത കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, അവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചുപോയി. അവർ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. അവർക്കെതിരെ ഈ നീറ്റ് പരീക്ഷ എഴുതി അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട്, അവർക്കെതിരെയാണ് നടപടി ഇല്ലാത്തത്. ഈ കാറ് കത്തിക്കാൻ നോക്കിയവനെയും പോലീസിനെ തല്ലിയവനെയും ഒക്കെ എതിരെ കൃത്യമായ നടപടി ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അപ്പം അത് മാത്രമല്ല, ഇപ്പം 47 പേരെയാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 47 ഉദ്യോഗസ്ഥരെ പുതിയ നിയമനത്തിനായുള്ള അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തു. അപ്പം കൃത്യമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇന്ത്യയിൽ നിലകൊള്ളുന്നത്. അതിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി കോൺഗ്രസും ചില രാജ്യവിരുദ്ധ ശക്തികളും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങൾ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ തന്നെ ആവുകയുള്ളൂ എന്നല്ല, ആയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ.